സുല്ലേട്ടാ പൂരം എങ്ങനെയുണ്ട്? പൂരം ഗംഭീരമായി നടക്കല്ലേ. പൂരം ഈ വെയിലൊക്കെ കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു രസമുണ്ട്. എനിക്ക് വിയർത്ത് കുളിച്ച് ആ പൂരത്തിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കിടന്ന് നടക്കുകയും ആ പൂരത്തിൻ്റെ മേളം, ഇപ്പോൾ തെക്കോട്ട് നട തുറക്കുന്ന രംഗത്തുള്ള തിരക്ക്, ഇതൊക്കെ കൂടി ചേരുന്നതാണ് തിരക്ക്. ഇപ്പം ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഈ തിരക്കിൽ അലിഞ്ഞു ചേരുകയാണ്. അപ്പോൾ പൂരത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും നമ്മളിവിടെ കിടന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറെ ഏത് ലോകത്തെ ഏത് പൂരത്തിന് പോയാലും കിട്ടാത്ത ഒരു മഹത്തായ അനുഭവം ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. അതിന് കാരണം ആ തൃശ്ശൂർ പൂരത്തിൻ്റെ പരിപാടികളുടെ മഹത്താണ്. അതെല്ലാ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരും ഇന്ന് പൂരത്തിനെത്തും. ഇപ്പോൾ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ ഇനി ഉള്ള ദിവസങ്ങൾ ആർക്കും അകത്ത് കിടക്കാം, ചെരുപ്പിട്ടും കിടക്കാൻ സമ്മതിക്കും. അപ്പോൾ കഴിഞ്ഞ കോടതി എന്തോ പറഞ്ഞെന്നുണ്ടെങ്കിൽ ആളുകൾ അതുപോലെ അനുഭവിച്ചിരുന്നതാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. അപ്പോൾ പൂരം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും ജാതിയിൽപ്പെട്ടവരും എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു ആഘോഷത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു വലിയൊരു പരിപാടിയാണ്. അതൊരു അനുഭവമാണ്. അതിവിടെ വന്നാൽ അറിയാം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ വന്ന് തിരിഞ്ഞു കളിക്കുമ്പോൾ മനസ്സിലായില്ലേ. ഈ രാവിലത്തെ മഴ കണ്ടപ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. മഴയൊക്കെ തൃശ്ശൂർക്കാരുടെ പൂരത്തിൻ്റെ അന്ന് മാറിക്കും, ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. മഴ വന്നാലും ഞങ്ങൾ പൂരം നടത്തും. ഞാൻ ആകാശം ഇടിഞ്ഞു വീണാലും പൂരം നടത്താന്നുള്ളതാണ്. പിന്നെ പൂരം ചില സമയത്തൊക്കെ മുടക്കാൻ ശ്രമിച്ച സമയത്തൊന്നും പോലും പൂരത്തിന് തടസ്സം ഉണ്ടായിട്ടില്ല. അന്നും പൂരം നടത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല.